വരാനൊക്കെ ഒത്തിരി വൈകും. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒത്തിരി സ്വീകരണമെല്ലാം ഏറ്റുവാങ്ങി ചിലപ്പോൾ സമയത്തെത്തൂല്ല, ഒത്തിരി രാത്രിയാകും, രാത്രിയുടെ നീണ്ട യാമങ്ങളാകും. അപ്പോൾ മണവാളൻ വരാൻ വൈകിയപ്പോൾ കന്യകമാരെല്ലാവരും ഉറങ്ങിപ്പോയി. കുറേ രാത്രിയായപ്പോൾ മണവാളൻ വരുന്നുവെന്ന് അറിയിപ്പുണ്ടായപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിക്കുന്നു. അപ്പോൾ വിളക്ക് തെളിക്കുന്ന സമയത്ത് വിവേകശൂന്യകളായ കന്യകമാരെ വിളക്ക് തെളിച്ചപ്പോൾ എണ്ണ തീർന്നു പോകുന്നു. അപ്പോൾ അവർ വിവേകമതികളോട് ചോദിക്കും, ഞങ്ങൾക്ക് കുറച്ചെണ്ണ തരിക, ഞങ്ങളുടെ വിളക്ക് കത്തുന്നില്ല. അപ്പോൾ വിവേകമതികൾ പറയും, ഞങ്ങളിപ്പോൾ പങ്കുവെച്ചാൽ നിങ്ങൾക്കും തികയില്ല, അതുകൊണ്ട് നിങ്ങൾ വ്യാപാരികളുടെ അടുത്ത് പോയി എണ്ണ വാങ്ങുക എന്ന് പറഞ്ഞ് അപ്പോൾ അവർ എണ്ണ വാങ്ങുവാൻ പോകുന്ന സമയത്ത് മണവാളൻ വരുന്നു. ഒരുങ്ങി നിന്നവർ വിളക്കുകളെല്ലാം കത്തിച്ച് മണവാളനെ സ്വീകരിച്ച് സ്വീകരണ മുറിയിലേക്ക് പോകുന്നു. വാതിലും അടയ്ക്കപ്പെടുന്നു. എണ്ണ വാങ്ങാൻ പോയവർ കറങ്ങിത്തിരിഞ്ഞ് ഫോർട്ട് കൊച്ചിയിലും അങ്ങ് അപ്പുറത്തെല്ലാം പോയി കറങ്ങിത്തിരിഞ്ഞ് വ്യാപാരിയെ വിളിച്ചുണർത്തി എണ്ണയെല്ലാം വാങ്ങിച്ച് പാത്രത്തിലാക്കി വന്നപ്പോൾ ഇവിടെ ആഘോഷമെല്ലാം ഏതാണ്ട് പകുതി മുക്കാലായി. അവർ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, മണവാളൻ തന്നെ പറഞ്ഞു, നിങ്ങളെ അറിയില്ല, നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണ് എന്ന് പറഞ്ഞ് അറിയിപ്പുണ്ടാകുകയും. അപ്പോൾ ഈ ഉപമ അവസാനിപ്പിക്കുമ്പോൾ ഈശോ പറയുക, ജാഗ്രതയുള്ളവരായിരിക്കുക ജീവിതത്തിൽ. മണവാളൻ എപ്പോൾ വരുമെന്ന് നിങ്ങൾക്കറിയില്ല, ഏത് സമയത്തും വരാം. എന്താണ് ഈ ജാഗ്രത എന്ന് പറയുക? ഇപ്പോൾ നമ്മളിപ്പോൾ കോവിഡ് വന്നതുകൊണ്ട് ജാഗ്രതയോടെ നമ്മളിരിക്കുകയാണ്. മാസ്ക് എല്ലാം ചുറ്റി, അകലം പാലിച്ച്, അല്ല നമ്മൾ പേടിയോടെ ആയിരിക്കും. നമുക്ക് ആർക്കാണ് അസുഖം ഉള്ളത് നമുക്കറിയത്തില്ല, അങ്ങനെ ഒരു ഭയത്തിൽ അല്ലേ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ ഒരു ചെറുപ്പക്കാരി മരിച്ചുപോയി. പത്രത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ച അവൾക്ക് വേണ്ടി. അവളുടെ കുഞ്ഞ് നേരത്തെ മരിച്ചു, അവൾ പിന്നീട് മരിച്ചു എന്നാ പറയുക. 23 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പം ജീവിതത്തിൽ ജാഗ്രതയോടെ ഇരിക്കുക. അപ്പം നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക, ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുക, തമ്പുരാൻ്റെ കൂടെ ദൈവത്തിൻ്റെ സ്പർശനം നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ദൈവ നിയോഗത്തോടുകൂടി, ദൈവചിന്തയോടുകൂടിയിലായിരിക്കുക. ബാക്കിയെല്ലാം നമുക്ക് ഉണ്ട്, സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ എല്ലാം ഉണ്ട്, അത് മതി എന്ന് നമ്മൾ കരുതിയിരിക്കുമ്പോൾ അത് പോരാ എന്നാണ് ഈശോ പറയുക. ദൈവം വന്ന് വിളിക്കുന്ന സമയത്ത് സന്തോഷത്തോടുകൂടി നമ്മളൊരു കവിത, ഒരു ഗാനം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഒരു നാടകഗാനമാണ്. മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ മരണം എപ്പോഴാണ് മഞ്ചലുമായിട്ട് വന്ന് നമ്മൾ വിളിക്കുന്നത് അറിയാനൊക്കില്ല അല്ലേ. ആ സമയത്ത് റെഡിയായിട്ട് നിൽക്കൂ, അല്പം കൂടി വെയിറ്റ് ചെയ്യുമെന്ന് പറയാനൊക്കെ സമയമില്ല. അപ്പോൾ ജാഗ്രതയോടുകൂടി തമ്പുരാന് വേണ്ടി ജീവിച്ച ഇവിടുത്തെ ജീവിതം തീരുന്നില്ല, ബാക്കി ജീവിക്കുവാൻ ദൈവത്തോടുകൂടി നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോവുകയാണ് അല്ലേ. ഇപ്പം ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്, ഈ ജീവിതത്തിൻ്റെ തുടർച്ചയാണ്. നമുക്ക് ദൈവത്തോടുകൂടി ആയിരിക്കും നമ്മൾ അല്ല. ഇവിടുത്തെ ജീവിതം ജീവിതം തീർന്നിട്ടില്ല, അല്പം കൂടി ഉണ്ട് എന്ന് പറയാൻ ദൈവം വന്ന് വിളിക്കുമ്പോൾ റെഡിയായിട്ട് നിൽക്കാൻ, പോകാനായിട്ട്, താൽക്കാലികമായ ജീവിതം അവസാനിപ്പിച്ച് തമ്പുരാൻ്റെ കൂടെ പോകാനായിട്ട് ദൈവം എപ്പോൾ വന്ന് വിളിച്ചാലും അപ്പം ജാഗ്രതയോടെ ഇരിക്കുക. ജീവിതത്തിൽ തമ്പുരാനെ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒന്നിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ദാരിദ്ര്യത്തിലാണെങ്കിലും മുട്ടുപാടുണ്ടെങ്കിലും ദൈവഭയത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു, അത് മതി. ദൈവം കൂടെയുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്കെന്തുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല അല്ലോ. ജാഗ്രതയോടുകൂടി വിളക്ക് തെളിച്ച് കർത്താവ് വരുമ്പോൾ പ്രാർത്ഥനാ മനസ്സോടുകൂടി ഇരിക്കുവാൻ ഈ സുവിശേഷ ഭാഗം. അപ്പം ഇതിനോട് ചേർന്ന് പോകുന്ന ഭാഗമാണ് നമ്മൾ തെസ്സലോണിയക്കാർക്ക് എഴുതുന്ന 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 13 മുതൽ പൗലോസ് ശ്ലീഹ തെസ്സലോണിയക്കാരോട് പറയുക. തെസ്സലോണിയക്കാർക്ക് സംശയമുണ്ടായി, മരിച്ചവർ ഉയർക്കുമോ എന്ന്.
പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നു, യേശു ഉയർത്തു, അതുപോലെ യേശുവിനോടൊപ്പം മരിച്ചവരെയും അവിടുന്ന് കൊണ്ടുവരും. അവസാന കാഹളം മുഴങ്ങുമ്പോൾ, പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചവരെല്ലാവരും എഴുന്നേറ്റ് കർത്താവിനോടുകൂടെ. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരേക്കാൾ മുൻപന്മാരാകിയിരിക്കില്ല എന്നാണ്. മരിച്ചവരാണ് ആദ്യം ദൈവത്തോടുകൂടി പോവുക. അപ്പം അതുകൊണ്ട് ബുദ്ധിയില്ലാത്ത മറ്റ് മനുഷ്യർ പ്രയാസപ്പെടുന്ന പോലെ തെസ്സലോനിയക്കാർ വിഷമിക്കരുത് എന്ന് പൗലോസ്ലീഹ തിരുവചനത്തിലൂടെ പറയുന്നു. യേശു ആദ്യം ഉയർത്തു. യേശുവിൻ്റെ ആദ്യത്തെ ഉയർപ്പ് നമ്മുടെ എല്ലാവരുടെയും ഉയർപ്പിൻ്റെ മുന്നോടിയാണ് എന്ന്. അപ്പോൾ മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 13-ാമത്തെ വചനം നമ്മളിന്ന് വായിച്ചു തുടങ്ങുക. അപ്പം നമ്മൾ മരിച്ചവരെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തുന്ന മാസത്തിലാണ്. അപ്പം മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയുള്ളവരായി അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനും പ്രാർത്ഥനാകൃത്യങ്ങൾ ചെയ്യുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും അവർക്ക് വേണ്ടി മാസം മുഴുവനും പ്രാർത്ഥിക്കുവാനുമൊക്കെ സഭ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ജാഗ്രതയോടുകൂടി നമ്മളും പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥനകളെല്ലാം അർപ്പിച്ച് സന്തോഷത്തോടെ ആയിരിക്കുവാൻ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി ആത്മാർത്ഥതയോടുകൂടി അതിൻ്റെ പരിഹാരക്രിയകളൊക്കെ നമുക്ക് ചെയ്യാം. കർത്താവിൻ്റെ കൃപയും അവിടുത്തെ കാരുണ്യവും യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലി പരിശുദ്ധമായ മനസ്സോടുകൂടി പരമപിതാവിന് സമർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. ശക്തനാം ദൈവമേ, നാഥനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുമേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ
വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുടൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സകല വിപത്തുകളും ഞങ്ങളിൽ നിന്ന് ദയാപൂർവം അകറ്റണമേ. അങ്ങനെ മനസ്സിലും ശരീരത്തിലും ഒന്നുപോലെ മോചിതരായി അങ്ങേക്കുള്ളവ സ്വതന്ത്ര മനസ്സോടെ ഞങ്ങൾ പിൻചെല്ലുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളേണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു. അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖവിമുക്തനാകും. യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചു ചെല്ലുന്നു. അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. അങ്ങേക്കായി ദാഹിക്കുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. അങ്ങേക്കായി ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് ദൈവമേ, എൻ്റെ ആത്മാവ്
അങ്ങേക്കായി ദാഹിക്കുന്നു. അങ്ങേക്കായി ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും ചെയ്യും. ദൈവമേ, എൻ്റെ ആത്മാവ് ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. അങ്ങേക്കായി ദാഹിക്കുന്നു. രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. അങ്ങേക്കായി ദാഹിക്കുന്നു. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസലോണിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരെ, പ്രത്യാശയില്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവേൻ. നിദ്ര പ്രാപിച്ചവരെ പോലെ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്ത് എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവർ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമം വരെ നമ്മൾ ജീവനോടെ ആയിരിക്കുവാനും നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുവാനും കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ അജ്ഞാന വചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയർക്കുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴുകുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ജീവിക്കുന്നവരായ നമ്മൾ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിർക്കുന്നവരായി അവരോടൊപ്പം മേഘങ്ങൾ സംഹരിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാഗരൂകരായിരിക്കുവിൻ, അതുപോലെ തയ്യാറായിരിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ മനുഷ്യപുത്രൻ എപ്പോഴാണ് വരികയെന്ന് നിങ്ങൾക്ക് നിശ്ചയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു അന്യാപദേശം അരുളി ചെയ്തു. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേര് വിവേകശൂന്യരും 5 പേര് വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാര് കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന അവനെ എതിരേൽക്കുവൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുക. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു.
പിന്നീട് മറ്റ് കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്കും തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. ആമേൻ. നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിലേകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയൂസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവിൻ്റെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയ നമുക്ക് അവിടെ നൽകിയിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾ നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കായി അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക്, നമ്മുടെ രൂപതാധ്യക്ഷനും മറ്റെല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും അവിടെ സേവനത്തിനായി പരമേൽപ്പിക്കപ്പെട്ട എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ സമൂഹ നന്മയ്ക്കായി, പ്രത്യേകിച്ച് ആരോഗ്യ വിഭാഗത്തിൽ കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിക്കുവാനായിട്ട് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം സഹപ്രവർത്തകർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അന്യായമായി വിചാരണ കൂടാതെ അടയ്ക്കപ്പെട്ടവരുടെ മോചനത്തിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ഇവിടെ ഒരുമിച്ച് കൂടി ബലിയിൽ പങ്കുചേർന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവരുണ്ട്. കോവിഡിൻ്റെ തീക്ഷ്ണത മൂലം പേടിയോടുകൂടി ബലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്ത പ്രായമുള്ളവർ ഉണ്ട്. അവരെല്ലാം നമ്മൾ ഓർക്കുന്നു. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹാശസ്സുകൾ നമുക്ക് ലഭിക്കുവാൻ അപ്പം ജാഗ്രതയുള്ളവരായി ജീവിതത്തിൽ നമ്മൾ ജാഗ്രതയോടുകൂടിയെല്ലാം നിരാശപ്പെടുകയോ സാമ്പത്തികമായി തകർന്നു എന്ന് വിചാരിച്ച് വിഷമിക്കുകയോ ഒറ്റപ്പെട്ടു എന്നോർത്ത് നമ്മൾ ഒന്നും വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടാതെ കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ജാഗ്രതയിൽ സമയമില്ല, ആകെ കിട്ടിയ സമയം എല്ലാം നന്നായി പ്രയോജനപ്പെടുത്തി എല്ലാവർക്കും വേണ്ടി ജീവിക്കുവാൻ, അല്ലേ? സമയമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. സമയം
കൂടുതലുണ്ട്. സമയത്ത് നമ്മൾ ചിലവഴിച്ചില്ല എന്നുള്ളതാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് കുട്ടികൾ ഒരു പഠിക്കാൻ പറ്റിയില്ല എന്നൊക്കെ, പക്ഷെ എല്ലാം കൃത്യമായി നമുക്ക് തന്നിരുന്നു എന്നുള്ളതാണ്. നമ്മൾ സമയത്ത് നിർവഹിച്ചില്ല എന്നുള്ളതാണ്. ആവലാതിയാണ് നമുക്കെപ്പോഴും ഉള്ളത്. ആവലാതിയെല്ലാം കഴിഞ്ഞ് മാറ്റി ഇനിയും നമുക്ക് ഓർക്കുവാൻ, അല്ലേ? പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളുടെ കല്യാണം വരുന്ന സമയത്ത് വീടും പറമ്പും എല്ലാം വിറ്റ് നമ്മൾ പോകുന്ന പതിവാണ്. ഞാൻ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ കണ്ട് ദൂരെ പോയി വീടൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുക. പെൺകുട്ടിയുണ്ട് എന്നുള്ള ജാഗ്രത അപ്പൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അവളെ പഠിപ്പിക്കണം, അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൂട്ടിവെക്കണം. അവസാനം അവൾ ഓടി വളർന്ന് കഴിയുമ്പോൾ അയ്യോ ഇവളെങ്ങനെ കെട്ടിക്കുമെന്ന് വിചാരിച്ച് ആ സമയത്താണ് വീടും പറമ്പും എല്ലാം വിറ്റ്. അപ്പം ജാഗ്രതയില്ലാത്ത മാതാപിതാക്കന്മാരാകാൻ പാടില്ല. നമ്മൾ ജീവിതത്തെ ഓർത്ത് ജാഗ്രതയുണ്ടായിരിക്കണം. അല്ല, 2 കൈകൾ ദൈവം തന്നിട്ടുണ്ട്, തെണ്ടാനെങ്കിലും ഉപയോഗിക്കാം ഇതുകൊണ്ട്, അല്ലേ? ജോലി ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയാൻ പാടില്ല. കർത്താവ് സമ്പത്ത് വന്നില്ലെങ്കിൽ 2 ആരോഗ്യമുള്ള കൈകൾ എല്ലാവർക്കും. അതുകൊണ്ടാണ് അധ്വാനിച്ച് നമ്മൾ, അല്ലേ? അലസനാകാതെ മടിയില്ലാതെ ജോലി ചെയ്ത് കുടുംബത്തെ ജാഗ്രതയോടുകൂടി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജാഗ്രത എന്ന വാക്ക് നമ്മൾ ഈ ആഴ്ച മുഴുവനും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മളെവിടെയാണോ അലസരായി സമയം ചെലവിടുക അത് മാറ്റി ജാഗ്രതയോടുകൂടി കർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാകുവാനുള്ള തീരുമാനം നമുക്കെടുക്കാം. കർത്താവ് യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. താലമേന്തിനാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. ഹൃദയതാലമേന്തിനാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ, പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ. നന്മ പൂർണ്ണ പാലക ഇന്ദീഗണേ നിൻ ദർശനം, നന്മ പൂർണ്ണ പാലക ഇന്ദീഗണേ നിൻ ദർശനം. ഹൃദയതാലമേന്തിനാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. ഞങ്ങളിൽ പ്രസാദമാർന്നു ദിവ്യദാനമായി നീ, ഞങ്ങളിൽ പ്രസാദമാർന്നു ദിവ്യദാനമായി നീ. സ്നേഹമാർന്ന കൈകൾ നീട്ടി സ്വീകരിക്ക കാഴ്ചകൾ, സ്നേഹമാർന്ന കൈകൾ നീട്ടി സ്വീകരിക്ക കാഴ്ചകൾ. ഹൃദയതാലമേന്തിനാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം.
വരം. സഹോദരര്, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അർപ്പിക്കപ്പെട്ട ഈ ബലിവസ്തുക്കൾ സംപ്രീതിയോടെ അങ്ങ് കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രൻ്റെ പീഡാസഹന രഹസ്യത്താൽ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഭക്തസ്നേഹത്തോടെ ഞങ്ങൾ പിൻചൊല്ലുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപത്തിൻ്റെ കുറ്റബോധം ദൂരെ അകറ്റിയ മക്കളെ അങ്ങേ പുത്രൻ്റെ രക്തത്താലും ആത്മാവിൻ്റെ ശക്തിയാലും വീണ്ടും അങ്ങിലേക്ക് ഒരുമിച്ച് കൂട്ടുവാൻ അങ്ങ് തിരുമനസ്സായി. അങ്ങനെ ത്രിത്വത്തിൻ്റെ ഐക്യത്താൽ ഒന്നിപ്പിക്കപ്പെട്ട ജനം അങ്ങേ വൈവിധ്യമാർന്ന ജ്ഞാനത്തിൻ്റെ സ്തുതിക്കായി ക്രിസ്തുവിൻ്റെ ശരീരവും ആത്മാവിൻ്റെ ആലയവുമായ സഭയായി അറിയപ്പെടുന്നു. ആകയാൽ മാലാഖമാരുടെ ഗായക സമൂഹത്തോടൊത്ത് ആഹ്ലാദഭരിതരായി അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും അഭിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനിത്യം ധന്യനുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ.
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ എതിർകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളെ ഉത്ഭൂരിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെപ്പോൾ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം
കനിവാറും നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അവിടെ നിന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവിടുന്ന് ഒരു വാക്കുച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് പ്രാപിക്കും. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. പുണ്യമായി നീ ഞങ്ങളിൽ വാവാ. അപ്പമായി ഇന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ.
ആദിയും വ്യാധികളുമേറുമ്പോൾ ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എൻ ആശ്രയം. ആദിയും വ്യാധികളുമേറുമ്പോൾ ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എൻ ആശ്രയം. അപ്പമായി ഇന്നീയൽ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ എന്നു പ്രലോഭനങ്ങളേറുമ്പോൾ ഏകനായി നിന്നു തളർന്നിടുമ്പോൾ ദിവ്യകാരുണ്യമാണെന്നാശ്രയം. തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ എന്നു പ്രലോഭനങ്ങളേറുമ്പോൾ ഏകനായി നിന്നു തളർന്നിടുമ്പോൾ ദിവ്യകാരുണ്യമാണെന്നാശ്രയം. അപ്പമായി ഇന്നീയൽ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. ധന്യമാമീ വേളയിൽ പുണ്യമായി നീ ഞങ്ങളിൽ വാവാ. അടുത്ത കുർബാന 8:30 മണിക്കായിരിക്കും. വിവാഹ പരിചയം. ഈ ഇടവക കുരിശങ്കൽ റൂബൻ്റെയും മിനി റൂബൻ്റെയും മകൻ ആൻ്റണി ജോസ് കുമ്പളങ്ങി സെൻറ്റ് ജോസഫ്സ് പള്ളി ഇടവക കിഴക്കേടത്ത് KF ജോസഫിൻ്റെയും റോസി ജോസഫിൻ്റെയും മകൾ ജിയ ജോസഫും വിവാഹത്തിനാകുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനത്താൽ പരിപൂഷിതരായി അങ്ങേ കാരുണ്യം കേണപേക്ഷിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങേ ആത്മാവിൻ്റെ വർഷത്താൽ സ്വർഗീയ ശക്തി പ്രവേശിച്ചവരിലെല്ലാം നിഷ്കളങ്കതയുടെ കൃപ നിലനിൽക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനത്തിൽ പൂവുക ദിവ്യബലി സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ിടയിൽ പ്രഭാതതാരം പോലെ
സ്നേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ജയത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ തിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എന്റെ മനസ്സിന്റെ ദീപം ഓ മാതേ മരിയേ നീ എന്റെ മനസ്സിന്റെ ദീപം മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ സ്നേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ